ഇഷയുടെ തിരോധാനത്തിൽ പോലീസ് സുദീപിനെ അന്വേഷിക്കുന്നുണ്ടെന്ന് സുദീപിനോട് സിറിൽ പറയുന്നു. അവന്റെ പേരൻസും റിലേറ്റീവ്സും ഒക്കെ നീയാണ് ഇതിന്റെ പിന്നിൽ നിന്നൊരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഡൗട്ട് വല്ലാതെ വളരും. വൈകാതെ അവരെത്തും. ഒടുവിൽ വീട്ടിലേക്ക് വരുന്ന സുദീപും സിറിളും. അവരെ കണ്ട് പരിഭ്രമിക്കുന്ന ശ്രുതി. സൗദാമിനിയോട് ശ്രുതിയെ വിളിക്കാൻ പറയുന്ന സുദീപ്. തനിക്ക് നല്ല സുഖമില്ലെന്ന് സൗദാമിനിയോട് പറയുന്ന ശ്രുതി. ഇനി തുടർന്ന് കാണുക. അരുൺ തോമസ് സാറ് ആളൊരു സരസ്വന. അത് ശരി, എന്നെ കൂടാതെ എല്ലാരും അങ്ങ് ഭക്ഷണം കഴിച്ചു തുടങ്ങിയല്ലേ? നല്ല ഏർപ്പാടാ. ഞങ്ങള് നോക്കിയിരിക്കുകയല്ലായിരുന്നോ എന്താ വരാത്തേ പിള്ള ചാച്ച വലിയ നമ്പറൊന്നും അടിക്കണ്ട. വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഊണിന് മുമ്പ് എത്തിയാ. ഇപ്പൊ വിളിച്ചിട്ടാണോ നീ വന്നേ? വിളിക്കാതെ കയറി വരാനുള്ള സ്വാതന്ത്ര്യമില്ലേ നിനക്ക് ഈ വീട്ടില്? വിളിക്കേണ്ട ആള് വിളിച്ചാലല്ലേ വരത്തുള്ളൂ, അല്ലേ പൊടിമോനെ? ഞാൻ വിളിച്ചു വരാൻ പറഞ്ഞതാ. അത് ശരി, അപ്പൊ രണ്ടും കൂടെയുള്ള ഇടപാടായിരുന്നില്ലേ? ചുമ്മാതാ, ഇന്നലെ അവിടുന്ന് കേറിയ നേരം എന്നെ വിളിച്ചതാ. പിന്നെ കേട്ടത് നെടുമ്പാശ്ശേരിന്ന് മുങ്ങിന്നാ. എവിടെയാ പൊങ്ങിയെന്നറിയാനാ ഞാൻ വന്നത്. നീ വല്ലതും കഴിച്ചോ മോളെ? ഓ, ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. സബിയച്ചാ പ്ലേറ്റിംഗ് കഴിച്ചില്ല ഇതുവരെ? ഇല്ലെന്നേ. പൊടിമോനെ കാണാത്തോണ്ട് വിശപ്പും ദാഹവും ഒന്നും കാണുകയല്ലേ? സൗദു, മോക്ക് വേണ്ടതെല്ലാം എടുത്തു കൊടുക്കേ. വിളമ്പിക്കൊടുക്കാനുള്ള ആൾ അടുത്ത് തന്നെ ഇരിപ്പുണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാ? എന്നാലേ എനിക്കൊന്ന് വിളമ്പിത്ത. അവിടെ പോയിരിക്കുന്ന എന്തിനാ? അപ്പൊ എനിക്ക് കഴിക്കണ്ടേ? ഓ ശരി ശരി. നമ്മുടെ ശ്രുതിയെ കണ്ടില്ലല്ലോ. കഴിച്ചിട്ട് പോയോ അതോ ജോലിക്ക് പോയോ? സുഖമില്ല മോളെ, കിടക്കുക. അയ്യോ, എന്നും ഇങ്ങനെ തന്നെ. അസുഖം തന്നെ അസുഖം. പ്രഗ്നൻസി ഒരു അസുഖമൊന്നുമല്ലല്ലോ. രവിയേട്ടാ, സുരഭിയുടെ വീട്ടുകാരുടെ നമ്പറൊക്കെ ശ്രുതിയുടെ നിന്ന് വാങ്ങിക്കണം. ഞാൻ തന്നെ വിളിക്കാം. പോയി വിളിക്കേണ്ട കാര്യമുണ്ടോ? എന്താ രവിയേട്ടാ? അത് നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ വിളിച്ചാ പോരെ? ആ, ഈ ശ്രുതിയുടെ ഹസ്ബൻഡ് എവിടെയാന്നാ പറഞ്ഞേ? ഷിപ്പില്ല, ലീവില്ല. ആ രവിയേട്ടാ, അരുൺ തോമസ് തന്നെയാണോ ശ്രുതിയുടെ വീടിന് ഡിസൈൻ ചെയ്തേ? അത് വേറെ ആരോ മനെ. ശ്രുതി അവിടെ വർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ അതെ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളൊരു ഓർമ്മ വേണം. നീ ഒന്ന് പോടാ രവി. ന്യൂ ജനറേഷൻ പിള്ളേരല്ലയോ? അവര് തന്നെ ആളെ കണ്ടെത്തുന്നു, അവര് തന്നെ തീരുമാനിക്കുന്നു, അല്ലേ സൗദു? ഈ കൂട്ടത്തില് ന്യൂ ജനറേഷൻ ആയിട്ട് ഒരാളെ ഉള്ളൂ, അല്ലേ രവി? സൗദവും ഇടുക്കിയ.
ഇതുവരെ സ്വപ്നങ്ങളിൽ മാത്രമാണ് ജീവിച്ചത്. സബിയേച്ചി സുദീപേട്ടനെ കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ ഈ മുഖവും രൂപവും എൻ്റെ മനസ്സിലിങ്ങനെ വളർന്ന് വളർന്ന് ഒരാൽമരം പോലെയാവും. പക്ഷെ അടുത്ത സെക്കൻഡിൽ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു മാറ്റും, ഇതെനിക്കുള്ള കൃഷ്ണനല്ല എന്ന്. ഒരിക്കലും സുദീപേട്ടനെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇപ്പോഴും സത്യമാണെന്ന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ഛനും അമ്മയും കൂടെ വേറെ കല്യാണത്തിനുള്ള ഓട്ടത്തിലായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ടേ കുരുക്കുമെന്ന്. അന്നേരമാ സബിയേച്ചിയുടെ ഒരു ചോദ്യം, എന്റെ പൊടിമോനെ നിനക്ക് ഇഷ്ടമാണോ എന്ന്. പിന്നെ ഞാൻ ഒന്നും കേട്ടില്ല. എന്റെ കണ്ണും കാതും ഒക്കെ അടഞ്ഞുപോയി. ആട്ടെ, നീ എന്ത് മറുപടി കൊടുത്തേ? എനിക്കറിയില്ല എന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഇഷ്ടാന്ന് പറയാറുന്നില്ലേ? പറഞ്ഞാ എനിക്ക് ചിലപ്പോ എന്റെ സുദീപേട്ടനെ കിട്ടിയില്ലെങ്കിലോ. പക്ഷെ സബിയേച്ചി എന്റെ മനസ്സ് വായിച്ചു. അതുകൊണ്ടാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഞാൻ സുദീപേട്ടന്റെ മുമ്പിൽ കല്യാണ പെണ്ണായിട്ടിരിക്കുന്നത്. ഇപ്പൊ രവിയേട്ടനും സബിയേച്ചും ഒക്കെ എന്റെ പൂജാമുറിയിലെ ദൈവങ്ങളാ. ഓ, എനിക്ക് വയ്യ. നിന്നെ ഞാനിപ്പോ എങ്ങനെയാ സ്നേഹിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിനെന്താ പകരം തരേണ്ടതെന്ന് എനിക്കറിയില്ല. ഐ ആം സോ ലക്കി. നമുക്കിങ്ങനെ പ്രണയിച്ച് കലഹിച്ച് കാലങ്ങളോളം ജീവിക്കണം. പ്രിയേ, നീ സുന്ദരി, സുന്ദരി തന്നെ. നിന്റെ കണ്ണുകൾ മാനിന്റെ കണ്ണുകൾ പോലെ ഇരിക്കുന്നു. നിന്റെ അതരങ്ങൾ മാതളം പോലെ തുടുത്തിരിക്കുന്നു. നിന്റെ മേനി നീലാകാശത്തിലൊഴുകും ഒരു പഞ്ഞക്കെട്ട് പോലെ മൃദുവായിരിക്കുന്നു. നിന്റെ വിരലുകൾ ഇതെന്ത് സാഹിത്യമാ? ഇതാണ് സോളമന്റെ സാഹിത്യം. സോളമനോ? അതാരാ? ബൈബിളിൽ ഇസ്രായേലിലെ രാജാവായിരുന്നു സോളമൻ. തികഞ്ഞ ഭരണാധികാരി, ബുദ്ധിമാൻ. ബൈബിൾ പ്രകാരം സോളമന് 700 ഭാര്യമാരും 200 ദാസികളുണ്ടായിരുന്നു. പ്രണയത്തിന്റെ പൂങ്കാവനങ്ങൾ പ്രണയിനിക്ക് വാക്കുകൾ കൊണ്ട് തീർത്ത കവി എന്ന് പറയാം. കൊള്ളാലോ, ഒന്നുകൂടെ കേക്കട്ടെ. ആ, വാ പറഞ്ഞുതരാം. എന്റെ പ്രിയേ, നീ സുന്ദരി, സുന്ദരി തന്നെ. നിന്റെ കണ്ണുകൾ മാനിന്റെ കണ്ണുകൾ പോലെ ഇരിക്കുന്നു. അതരങ്ങൾ മാതളം പോലെ തുടിച്ചിരിക്കുന്നു. നിന്റെ മേനി നീലാകാശത്തിലൊഴുകും പഞ്ഞിക്കെട്ട് പോലെ മൃദുലമായിരിക്കുന്നു. നിന്റെ ഈ വിരലുകൾ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊണ്ടുവന്ന. ഇത്രയും സാധനങ്ങളോ? ഇത്രയും ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്, എല്ലാവർക്കും കൊടുക്കണം. പിന്നെ നിനക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ദേ, ഇതെന്താ? നീ വീട്ടിൽ പോയി തുറന്നു നോക്കിയാൽ മതി.
ഓക്കെ? ഓക്കെ, ദേ ഇത് മൊത്തം എന്റെ സുന്ദരി കുട്ടിക്കാ. താങ്ക് യു. ഇതാർക്കാ? ആ, ഇത് ഞാൻ ശ്രുതിയുടെ ബേബിക്ക് വേണ്ടി വാങ്ങിച്ച ഇമ്പോർട്ടഡ് ആയ ബേബി ഐറ്റംസ്. ശ്രുതിയുടെ കൊച്ചിനോ? ആ. ഇത്ര നേരത്തെയോ? ഇതൊക്കെ എന്തിനാ നമ്മൾ മേടിക്കുന്ന സുധീപേട്ടാ? അവക്ക് വേറെ ആരുണ്ട് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ? അതൊക്കെ ശ്രുതിയുടെ ഭർത്താവ് മേടിച്ചോളൂല്ലേ? ഇവിടെ എല്ലായിടത്തും ഈ സാധനമൊക്കെ കിട്ടും, എല്ലാ മോളിലും കിട്ടും. എത്ര രൂപയായി കാണൂ ഇതിനൊക്കെ? വെറുതെ. നിനക്ക് കുശുമ്പുണ്ടല്ലേ? അതല്ല സുധീപേട്ടാ, ശ്രുതി പാവോക്കെയാ, ഇവിടെ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എന്തൊരു ഭംഗിയാണെന്നോ, അതാ എനിക്ക് ഏറ്റവും കൂടുതൽ അസൂയ. നിനക്ക് ജലജമായുസുണ്ടല്ലേ? ജലജാമൈസോ? അതെന്താ? അത് നിന്റെ അമ്മയുടെ സ്വഭാവം, കുശുമ്പും കുന്നായ്മയും തൊഴുത്തു കുത്തും. ഒന്ന് പോ സുധീപേട്ട, വെറുതെ കളിയാക്കാതെ. അപ്പൊ നമുക്ക് പോയി കൊടുക്കാം. ഓ, വാ. ശ്രുതി, ശ്രുതി, ഒന്ന് തുറന്നേ. ശ്രുതി, ശ്രുതി, ഒന്ന് വാതില് തുറക്കടോ. ഇതാരാ വന്നിരിക്കുന്നേ നോക്ക്. ശ്രുതി, ഒന്ന് തുറക്ക ശ്രുതി. ശ്രുതി, ശ്രുതി, ഒന്ന് തുറന്നേ. ഉറങ്ങുവാണോ? ഹലോ, ഇതാരാ വന്നിരിക്കുന്നേ നോക്ക്. അയ്യോ, ഉറങ്ങുമായിരുന്നോ? ഇതാരാ വന്നിരിക്കുന്നേ നോക്ക്. വാ. എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നറിയോ ശ്രുതിയുടെ കുട്ടിക്ക്? എന്റെ കണവൻ ജപ്പാനീന്ന്. Yes. എനിക്ക് പോലും കൊണ്ടു തന്നിട്ടില്ല അതിന്റെ പകുതി സാധനങ്ങള്. ദാ. ശ്രുതി വേട്ടൻ തന്നെ കാണിച്ചു കൊടുക്ക്. See Shruti, Japan having immensely popular collections of traditional toys. ഇന്റർനാഷണൽ മാർക്കറ്റില് ജപ്പാൻ ഭയങ്കര മാർക്കറ്റാ. കുട്ടികളുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഗ്രോത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥല. ദേ ഇതിന്റെ പേരാണ് സിഷോജോ. ഇത് പെൺകുട്ടികൾക്കുള്ളതാ. വളരെ ഭംഗിയാ കാണാൻ. വിച്ച് ഇൻക്രീസ് എസ്തെറ്റിക് സെൻസ്. ഇതിന്റെ പേരൊക്കെ എങ്ങനെയാ സുധീപേട്ടൻ ഓർത്തിരിക്കുന്നേ? ഭയങ്കരം തന്നെ. ഇതൊക്കെ കുറച്ച് നമുക്കും മേടിച്ചു വെക്കണം. ആ ദേ ഇതിന്റെ പേരാണ് സിഷോനൻ മെയിൽ ടോയ്സ്. ഇത് ആൺകുട്ടികളുടെ സാഹസികതയും ആക്ടിവിറ്റീസും വളർത്താനുള്ളതാ. ദർ മോട്ടോർ സ്കിൽ ആൻഡ് അഡ്വഞ്ചർ ടോയ്സ്. ഇനി ആൺകുട്ടിയാണെങ്കിൽ തനിക്ക് യൂസ് ചെയ്യാം. പിന്നെ അടുത്ത് അയ്യോ പോയി താഴെ ഇടല്ലേ സുധീപേട്ട. ആ ദേ ഇതാണ് അറ്റീബ, ദ മോസ്റ്റ് പ്രഷ്യസ് സ്റ്റോൺ ഇൻ ജപ്പാൻ.